Next, parallel form structure. Parallel form structure ആദ്യം h of z transfer function h of z നെ ഈ ഒരു ഫോർമാറ്റിലോട്ട് കൊണ്ടുവരിക. h of z is equal to c plus sigma k is equal to 1 to n ck by 1 minus pk z raised to minus 1. pk എന്ന് പറയുന്നത് poles of the filter. Then expand ചെയ്ത് എഴുതിയാൽ h of z is equal to c plus c1 by 1 minus p1 z raised to minus 1 plus c2 by 1 minus p2 z raised to minus 1 plus etc. up to cn by 1 minus pn z raised to minus 1. ഇവിടെ ഈ ഓരോ ടേംസിനെ നമുക്ക് h1 of z, h2 of z, etc. up to hn of z എന്ന് റെപ്രസെന്റ് ചെയ്യാം. h of z എന്ന് പറയുന്നത് എന്താണ്? y of z by x of z. So h of z is equal to y of z by x of z is equal to c plus h1 of z plus h2 of z, etc. up to hn of z. y of z നെ ഇത് എങ്ങനെ എഴുതാം? y of z is equal to x of z ഇങ്ങോട്ട് പോകും. So c into x of z plus h1 of z into x of z plus etc. up to hn of z into x of z. ഇനി പാരലൽ ഫോം സ്ട്രക്ചർ നോക്കാം. സോ ഫസ്റ്റ് ടേം എന്താണ്? c into x of z, c into x of n. നെക്സ്റ്റ് ടേം h1 of z into x of z, h1 of z into x of z. അടുത്ത h2 of z into x of z, etc. up to ലാസ്റ്റത്തെ ടേം hn of z ആണ്. ഇവിടെ hk of z എന്ന് എഴുതിയിരിക്കുന്നു. സോ hn of z into x of z. സോ ഇനി എല്ലാ ടേംസിനും എന്ത് ചെയ്തെടുക്കാണ്? സം ചെയ്തെടുക്കാണ്. സോ രണ്ട് ടേംസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു, ആഡറിലോട്ട് കൊടുക്കുന്നു. സോ എല്ലാം കൂടെ ആഡ് ചെയ്ത് ഫൈനലി നമുക്ക് എന്ത് കിട്ടുന്നു? y of n കിട്ടുന്നു. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. റിയലൈസ് y of n is equal to minus 0.1 y of n minus 1 plus 0.72 y of n minus 2 plus 0.7 x of n minus 0.252 x of n minus 2. സോ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? കറസ്പോണ്ടിങ് h of z ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടി z ട്രാൻസ്ഫോം എടുക്കുക. z ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? y of z plus 0.1 z raised to minus 1 y of z minus 0.72 z raised to minus 2 y of z is equal to 0.7 x of z minus 0.252 z raised to minus 2 x of z എന്ന് കിട്ടും. അതിൽ നിന്ന് y of z by x of z എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? h of z കിട്ടും. സോ h of z ഇത് കിട്ടി. ഇനി h of z നിന്ന് എങ്ങനെ എഴുതുന്നു? h of z ന് പോസിറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡിലോട്ടാക്കാണ്. ഇതിപ്പോ നെഗറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡിൽ കിടക്കാണ്. സോ അതിനെ ഫസ്റ്റ് എന്തിലോട്ടാക്കുന്നു? പോസിറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡിലോട്ടാക്കുന്നു. അതായത് ഇവിടെ ഉള്ളത് z raised to minus 2. സോ കോമൺ ആയിട്ട് മുകളിലും താഴെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? z സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ മുകളിലും താഴെ z സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാം പോസിറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡിലോട്ടാക്കി. ഇനി താഴത്തെ ടേംസിന് എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഓർഡറിലോട്ട് മാറ്റുന്നു. സോ z സ്ക്വയർ പ്ലസ് 0.1 z മൈനസ് 0.72 എങ്ങനെ എഴുതി? z പ്ലസ് 0.9 ഇൻറ്റു z മൈനസ് 0.8 എന്ന് എഴുതി. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് h of z എന്ത് കണ്ടുപിടിക്കുകയാണ്? h of z ബൈ z കണ്ടുപിടിക്കുന്നു. സോ ഇവിടെയും ഡിവൈഡഡ് ബൈ z വരുമ്പോൾ അപ്പുറത്തെ സൈഡിലും ഡിവൈഡഡ് ബൈ z വന്നു. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ എന്ന രീതിയിൽ എഴുതാം. സോ c1 ബൈ z പ്ലസ് c2 ബൈ z പ്ലസ് 0.9 പ്ലസ് c3 ബൈ z മൈനസ് 0.8. ഇനി c1, c2, c3യുടെ വാല്യൂസ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. c1, c2, c3യുടെ വാല്യൂസ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. c1 ബൈ z ആയിരുന്നു. സോ z ഇൻറ്റു h of z ബൈ z. അപ്പൊ z എന്ന് പറയുന്നത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ z ക്യാൻസൽ ആയിപ്പോയി. ലാസ്റ്റ് ഇതിന്റെ z വരെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0.35 കിട്ടും. അടുത്ത c2 ബൈ z പ്ലസ് 0.9 എന്നായിരുന്നു. സോ z പ്ലസ് 0.9 ഇൻറ്റു h of z ബൈ z. z വരെ എന്ത് കൊടുക്കണം? മൈനസ് 0.9 കൊടുക്കണം. സോ ഫൈനൽ എന്ത് കിട്ടും? 0.206 കിട്ടും. അടുത്ത c3 ബൈ z മൈനസ് 0.8 എന്നായിരുന്നു. സോ z മൈനസ് 0.8 ഇൻറ്റു h of z ബൈ z. അപ്പൊ z മൈനസ് 0.8ഉം z മൈനസ് 0.8ഉം ക്യാൻസൽ ആവും. ബാക്കിയുള്ള ടേംസിൽ z പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? പ്ലസ് 0.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 0.144 കിട്ടും. സോ ഏത് രീതിയിൽ വേണമെങ്കിലും c1, c2, c3 കണ്ടുപിടിക്കാം. സോ c1, c2, c3 കണ്ടുപിടിച്ചു. ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. c1 0.35, c2 എന്ന് പറയുന്നത് 0.206, c3 എന്ന് പറയുന്നത് 0.144. സോ എന്ത് ചെയ്യുക? ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ ഇപ്പൊ കിട്ടിയിരിക്കുന്ന h of z by z ആണ്. സോ ഇതിന് എന്ത് കണ്ടുപിടിക്കുന്നു? h of z കണ്ടുപിടിക്കുന്നു. h of z കണ്ടുപിടിക്കാൻ ഇങ്ങോട്ട് z വരും. സോ z ക്യാൻസൽ ആയി 0.35. ഇവിടെ z ഇൻറ്റു 0.206 ബൈ z പ്ലസ് 0.9, z ഇൻറ്റു 0.144 ബൈ z മൈനസ് 0.8 എന്ന് കിട്ടി. h of z is equal to 0.35. ഇനി വീണ്ടും നെഗറ്റീവ് പവേഴ്സ് ഓഫ് z സോ z ഇവിടുന്ന് z കോമൺ ആയിട്ട് പുറത്തെടുക്കും. സോ z ക്യാൻസൽ ആവും. അപ്പൊ എന്ത് കിട്ടും? 0.206 ബൈ 1 പ്ലസ് 0.9 z റൈസ് ടു മൈനസ് 1. ഇവിടുന്ന് z പുറത്തെടുക്കും. z ക്യാൻസൽ ആവും. സോ 0.144 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.8 z റൈസ് ടു മൈനസ് 1. ഇനി ഇപ്പൊ ഈ കിട്ടിയ ഫോർമാറ്റ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? h of z നെ നമുക്ക് പാരലൽ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് റിയലൈസ് ചെയ്യാം. സോ ഫസ്റ്റ് ടേം എന്താണ്? കോൺസ്റ്റന്റ് ടേം x of
h of z എന്ന് പറയുന്നത് എന്താണ് y of z by x of z. So x of z ഇങ്ങോട്ട് പോകുമ്പോൾ 0.35 into x of n. So constant term 0.35 into x of n. ഇനി ഇത് h1 of z ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഇതിനെ ഒരു ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിയലൈസ് ചെയ്യാം. ഈ h1 of z നെ ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ട് റിയലൈസ് ചെയ്യുമ്പോൾ എത്ര ഡിലേ എലമെന്റ്സ് വേണ്ടി വരും ഇവിടെ? z raised to -1 ഒരെണ്ണം മതി. സോ z raised to -1 നടുക്ക് പ്ലേസ് ചെയ്തു. ഇനി താഴത്തെ പോർഷൻ നോക്കുകയാണെങ്കിൽ 1 plus 0.9 plus 0.9 എങ്ങനെ എഴുതും? -0.9. സോ 1 minus 0.9. സോ ഈ രണ്ട് ടേംസും കൂടെ ആഡറിലോട്ട് കൊടുക്കുന്നു. ഇനി ന്യൂമറേറ്റർ പോർഷൻ നോക്കുകയാണെങ്കിൽ 0.206 ഉള്ളൂ. സോ ഇവിടെ എന്ത് വരും? 0.206. അപ്പൊ ആദ്യത്തെ ഈ h1 of z നമ്മൾ ഒരു ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ട് റിയലൈസ് ചെയ്തു. അടുത്ത ഈ h2 of z ഉം അടുത്ത ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ട് റിയലൈസ് ചെയ്യണം. അപ്പൊ ഇവിടെയും ഒരു ഡിലേ എലമെന്റ് മതി. z raised to -1. താഴെ നോക്കുമ്പോൾ 1, അതുപോലെ -0.8 എന്താവുന്നു? +0.8. രണ്ട് ടേംസും കൂടെ ആഡ് ചെയ്യുന്നു. മുകളിൽ നോക്കുമ്പോൾ 0.144 മാത്രം. സോ ആദ്യത്തെ രണ്ട് ടേംസ് സി കോൺസ്റ്റന്റും h1 of z ഉം രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കിട്ടിയിട്ട് h2 of z നെ ആഡ് ചെയ്യുന്നു. സോ ഫൈനലി എന്ത് കിട്ടുന്നു? y of n കിട്ടുന്നു. So next question, h of z is equal to 3z into 5z minus 2 divided by z plus 1 by 2 into 3z minus 1 in parallel form. ഇത് പിന്നെ പോസിറ്റീവ് പവേഴ്സ് ഓഫ് z തന്നെയാണ്. സോ ഒന്നും ചെയ്യണ്ട. പക്ഷേ ഇവിടെ z ന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. സോ അതിനെ കോഎഫിഷ്യന്റ് 1 ആക്കാൻ വേണ്ടി 3 പുറത്തെടുത്തു. സോ 3 3 ക്യാൻസൽ ആയി. സോ എന്ത് കിട്ടും? z into 5z minus 2 divided by z plus 1 by 2 into z minus 1 by 3. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? h of z by z എടുക്കുക. സോ h of z by z എടുക്കുമ്പോഴത്തേക്ക് z ഇവിടെ ക്യാൻസൽ ആവും. സോ 5z minus 2 divided by z plus 1 by 2 into z minus 1 by 3 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? c1 by z plus 1 by 2 plus c2 by z minus 1 by 3 എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ കോഎഫിഷ്യന്റ് മാത്രമുള്ള ടേം ഇവിടെ ഇല്ല. ഇതുപോലെ ഇനി അടുത്ത നെക്സ്റ്റ് c1 ന്റെ c2 ന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. c1 by z plus 1 by 2 ആയിരുന്നു. സോ z plus 1 by 2 into h of z by z. z ന് പകരം -1 by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 27 by 5 കിട്ടുന്നു. അടുത്ത c2 ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. So h of z by z is equal to c1 ന് പകരം 27 by 5, c2 ന് പകരം -2 by 5. ഇതിന് h of z എഴുതി. h of z എഴുതുമ്പോൾ z ഇങ്ങോട്ട് പോകും. അപ്പൊ എന്ത് കിട്ടും? 27 by 5 into z by z plus 1 by 2 minus 2 by 5 into z by z minus 1 by 3 എന്ന് കിട്ടും. വീണ്ടും നെഗറ്റീവ് പവേഴ്സ് ഓഫ് z ആക്കാൻ താഴെ നിന്ന് z പുറത്തെടുക്കുന്നു. സോ z ക്യാൻസൽ ആവുന്നു. അപ്പൊ എന്ത് കിട്ടും? 1 by 1 plus 1 by 2 z raised to -1 minus 2 by 1 by 1 minus 1 by 3 z raised to -1 എന്ന് കിട്ടും. ഇനി ഇതിനെ ഈ ഓരോ ടേം h1 of z, h2 of z രണ്ടിനെ ഡയറക്റ്റ് ഫോം 2 എന്ത് ചെയ്യുക? റിയലൈസ് ചെയ്യുക. ഇവിടെ കോൺസ്റ്റന്റ് ടേം ഇല്ല. അടുത്ത ഫസ്റ്റ് h1 of z ന് റിയലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുകയാണ്? താഴത്തെ ടേം 1 plus 1 by 2. സോ 1 minus 1 by 2. മുകളിൽ കോഎഫിഷ്യന്റ് എന്താണ്? 27 by 5 ആണ്. സോ 27 by 5. അടുത്ത താഴെ ഇവിടെ 1 minus 1 by 3 ആണ്. സോ ഇവിടെ 1 plus 1 by 3. ഇവിടെ എന്ത് വരും? -2.5. സോ ഈ രണ്ട് ടേംസും കൂടെ എന്ത് ചെയ്തെടുക്കുന്നു? ആഡ് ചെയ്തെടുക്കുന്നു. സോ എന്ത് കിട്ടും? y of n കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ h of z തന്നിട്ടുണ്ട്. സോ നെഗറ്റീവ് പവേഴ്സ് ഓഫ് z ആണ്. സോ അതിനാദ്യം എന്ത് ചെയ്തു? പോസിറ്റീവ് പവേഴ്സ് ഓഫ് z ആക്കി. അതിന്റെ മുകളിലും താഴെയും z സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് ഈ h of z by z കണ്ടുപിടിച്ചു. സോ h of z by z is equal to ഇവിടെയും ഇപ്പൊ എന്ത് വരും? ഡിവൈഡഡ് ബൈ z വരും. ഇതിനെ ഫസ്റ്റ് ഓർഡർ ആക്കി z minus 0.5 into z minus 0.25. ഇതിനെ എങ്ങനെ എഴുതാം? c1 by z, c2 by z minus 0.5 plus c3 by z minus 0.25 എന്ന് എഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പ് c1, c2, c3 യുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. സോ ഇവിടെ c1, c2, c3 യുടെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. c1, c2, c3 യുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അത് ഈ h of z എഴുതാണ്. സോ z ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് 8 plus 18 by 1 minus 0.5 z raised to -1 minus 25 by 1 minus 0.25 z raised to -1. എല്ലാം പഴയതുപോലെ തന്നെ. സോ ഇവിടെ കോൺസ്റ്റന്റ് ടേം ഉണ്ട്. സോ 8 അതുപോലെ. ഈ ടേമിന് പകരം h1 of z നെ ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ട് റിയലൈസ് ചെയ്തിരിക്കുന്നു. h2 of z നെ ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? റിയലൈസ് ചെയ്തിരിക്കുന്നു. രണ്ട് ടേം വെച്ചിട്ട് ആഡറിലോട്ട് കൊടുത്ത് ആഡ് ചെയ്തെടുത്തു. Next question, obtain the direct form 1, direct form 2, cascade and parallel form realization for the following system. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സോ y of n is equal to -0.1 y of n minus 1 plus 0.2 y of n minus 2 plus 3x of n plus 3.6 x of n minus 1 plus 0.6 x of n minus 2.
So first direct form 1. Direct form 1 ൽ നമ്മൾ എന്താ ചെയ്യാം? x ന്റെ ടേംസിനെ എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? w of n എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? 3x of n plus 3.6 x of n minus 1 plus 0.6 x of n minus 2 is equal to w of n. y of n നെ എങ്ങനെ എഴുതാം? y of n is equal to minus 0.1 y of n minus 1 plus 0.2 y of n minus 2 plus ഇത് ഈ ടേംസ് എല്ലാം കൂടി x ന്റെ ടേംസ് എല്ലാം കൂടി എങ്ങനെ എഴുതി? w of n. W of n. ഇനി നമുക്ക് ഡയറക്റ്റ് ഫോം 1 വെച്ചിട്ട് റിയലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഏതാണ്? x ന്റെ ടേംസ് w of n നെ റിയലൈസ് ചെയ്യുന്നു. w of n നെ റിയലൈസ് ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ എത്ര ഡിലേ എലമെന്റ്സ് വേണ്ടി വരും? 2 ഡിലേ എലമെന്റ്സ്. സോ 2 ഡിലേ എലമെന്റ്സ് ആഡർ ഡിലേ എലമെന്റ്സ്. ഇങ്ങനെയാണ് ഡയറക്റ്റ് ഫോം 1 ന്റെ സ്ട്രക്ചർ വരിക. സോ എത്ര ഡിലേ എലമെന്റ്സ് ഇൻപുട്ട് സൈഡിൽ വേണ്ടി വരും? 2 ഡിലേ എലമെന്റ്സ്. സോ ആ 2 ഡിലേ എലമെന്റ്സ് പ്ലേസ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് x of n കിട്ടും, ഇവിടുന്ന് x of n minus 1, ഇവിടുന്ന് x of n minus 2 കിട്ടും. x of n ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 3. സോ അടുത്ത x of n minus 1 ന്റേത് 3.6, x of n minus 2 ന്റെ എന്താണ്? 0.6. സോ രണ്ട് ടേംസ് ആഡറിലോട്ട് കൊടുത്തെടുക്കുന്നു. സോ ഇവിടുന്ന് എന്ത് കിട്ടും? w of n കിട്ടും. ഇനി w of n ന്റെ കൂടെ ബാക്കി ടേംസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? y of n കിട്ടും. സോ ഔട്ട്പുട്ട് സൈഡിലും എത്ര ഡിലേ എലമെന്റ്സ് വേണ്ടി വരും? 2 ഡിലേ എലമെന്റ്സ് വേണ്ടി വരും. ഇവിടെ y of n. സോ ഇവിടുന്ന് y of n minus 1, ഇവിടുന്ന് y of n minus 2. ഇനി അടുത്ത w of n ന്റെ കൂടെ ആഡ് ചെയ്തെടുക്കുന്ന ടേംസ് y of n minus 1 ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -0.1, y of n minus 2 ന്റേത് 0.2. സോ ഈ രണ്ട് ടേംസും കൂടെ ആരുടെ കൂടെ ആഡ് ചെയ്യാണ്? w of n ന്റെ കൂടെ ആഡ് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടുന്നു? y of n കിട്ടുന്നു. സോ അടുത്ത നെക്സ്റ്റ് ഡയറക്റ്റ് ഫോം 2. ഡയറക്റ്റ് ഫോം 2 ന്റെ h of z ഇവിടെ എടുത്തെഴുതി. നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻസ് ഇക്വേഷനിൽ നിന്ന് കറസ്പോണ്ടിങ് h of z എഴുതി. ഇവിടെ തൽക്കാലം ഇക്വേഷൻ ബാക്കിയൊന്നും ചെയ്യുന്നില്ല, നോക്കി അങ്ങ് വരയ്ക്കുകയാണ്. സോ നോക്കിയാൽ മുകളിലും താഴെയും നോക്കിയാൽ എത്ര ഡിലേ എലമെന്റ്സ്, മാക്സിമം എത്ര ഡിലേ എലമെന്റ്സ് വേണ്ടി വരും? 2 ഡിലേ എലമെന്റ്സ്. സോ നടുക്ക് ആരെ പ്ലേസ് ചെയ്യുന്നു? 2 ഡിലേ എലമെന്റ്സിന് പ്ലേസ് ചെയ്യുന്നു. ഡയറക്റ്റ് ഫോം 2 ന്റെ സ്ട്രക്ചർ ആഡർ, ഡിലേ എലമെന്റ്സ്, പിന്നെ ആഡർ. സോ നടുക്ക് 2 ഡിലേ എലമെന്റ്സിന് പ്ലേസ് ചെയ്തു. അടുത്ത ഇൻപുട്ട് സൈഡിന് വേണ്ടിയിട്ട് എവിടെ നോക്കുക? ഇൻപുട്ട് സൈഡിന് വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിൽ നോക്കുക. സോ 1 അതുപോലെ തന്നെ. അടുത്ത എന്താണ്? +0.1 -0.1 -0.2 എങ്ങനെ എഴുതി? +0.2. സോ എന്ത് ചെയ്യുന്നു? രണ്ട് ടേംസ് വെച്ചിട്ട് ആഡ് ചെയ്തെടുത്തു. അടുത്ത നെക്സ്റ്റ് മാളിൽ ഔട്ട്പുട്ട് സൈഡിന് വേണ്ടിയിട്ട് ന്യൂമറേറ്റർ നോക്കുക. സോ 3 അതുപോലെ 3.6 അതുപോലെ 0.6 അതുപോലെ. സോ ഇതെന്ത് ചെയ്യുന്നു? ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കും. നമുക്ക് എന്ത് കിട്ടുന്നു? y of n കിട്ടുന്നു. നെക്സ്റ്റ് കാസ്കേഡ് ഫോം. h of z ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ h of z ഇവിടുന്ന് തൽക്കാലം ഇതിനെല്ലാം നമുക്ക് സെക്കൻഡ് ഓർഡർ ഒക്കെ ഫസ്റ്റ് ഓർഡർ ആക്കാം. സോ ഇവിടെ തൽക്കാലം 3 പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടുത്തെ സെക്കൻഡ് ഓർഡറിനെ 2 ഫസ്റ്റ് ഓർഡർ ആക്കി മാറ്റി. ഇവിടെ താഴെ സെക്കൻഡ് ഓർഡറിനെ 2 ഫസ്റ്റ് ഓർഡർ ആക്കി മാറ്റി. 3 പിന്നെ ഇതിൽ ഒരു ടേമിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ ഉള്ളൂ. 3 + 0.6 z raised to -1 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ ഡിവൈഡ് ചെയ്താലും എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഫൈനൽ h of z കിട്ടണമെന്നേ ഉള്ളൂ. സോ h1 of z എന്തെടുത്തു? ഇത് ഇത്രയും h1 of z എടുത്തു. 3 + 0.6 z raised to -1 divided by 1 + 0.5 z raised to -1. h2 of z ഈ ടേം എടുത്തു. 1 + z raised to -1 by 1 - 0.4 z raised to -1. ഇനി എന്ത് ചെയ്യാം? ഫസ്റ്റ് h1 of z നെ ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ട് റിയലൈസ് ചെയ്യുക. h2 of z നെ ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ട് റിയലൈസ് ചെയ്യുക. രണ്ടും കൂടെ കാസ്കേഡ് ചെയ്തെടുക്കുക. സോ h1 of z നോക്കുമ്പോഴത്തേക്ക് താഴത്തത് 1 + 0.5. സോ 1 - 0.5. മുകളിൽ 3 + 0.6. 3 + 0.6 അതുപോലെ ഒരു ഡിലേ എലമെന്റ്. അടുത്തതും ഒരു ഡിലേ എലമെന്റ് മതി നടുക്ക്. താഴെ നോക്കുമ്പോൾ 1 - 0.4. സോ 1 + 0.4. മുകളിൽ 1 + 1. സോ 1 1 അതുപോലെ. സോ കാസ്കേഡ് ഫോം ആയി. നെക്സ്റ്റ് പാരലൽ ഫോം. പാരലൽ ഫോമിന് h of z എഴുതി. ഇനി ഇതിനെ പോസിറ്റീവ് പവേഴ്സ് ഓഫ് z ലോട്ട് കൊണ്ടുവരണം. സോ z² കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി താഴത്തെ ടേംസ് ഇതിനെ ഫസ്റ്റ് ഓർഡർ ആക്കി മാറ്റണം. അതുകൂടാണ്ട് h of z by z. h of z by z എടുക്കുമ്പോൾ ഇവിടെയും z വരും. ഇതിനെ സെക്കൻഡ് ഓർഡർ 2 ഫസ്റ്റ് ഓർഡർ ആക്കി എഴുതി. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? c1 by z plus c2 by z plus 0.5 plus c3 by z minus 0.4. ഇനി പഴയ പോലെ തന്നെ c1 c2 c3 എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. c1 കണ്ടുപിടിക്കാൻ z into h of z by z. z is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഈ ടേമിൽ z by z z ക്യാൻസൽ ആവും. സോ ബാക്കിയുള്ള ടേംസിൽ z is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -0.3 കിട്ടും. അടുത്തത് c2 കണ്ടുപിടിക്കാൻ ഇവിടെ z plus 0.5 ആണ്. സോ z plus 0.5 into h of z by z. അതിൽ z plus 0.5 z plus 0.5 ക്യാൻസൽ ആവും. പിന്നെ z ന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? -0.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് -1 എന്ന് പറഞ്ഞു കിട്ടും. അടുത്ത അതുപോലെ c3 കണ്ടുപിടിക്കാം. സോ കിട്ടിയ c1 c2 c3 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൽ നിന്ന് h of z കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -3
minus 1 by 1 plus 0.5 z raised to minus 1 plus 7 by 1 minus 0.4 z raised to minus 1 എന്ന് കിട്ടും. ഇനി ഇവിടെ കോൺസ്റ്റന്റ് ടേം ഏതാണ്? minus 0.3. അടുത്ത ഇത് h1 of z നമ്മൾ ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ട് റിയലൈസ് ചെയ്യുന്നു. അപ്പോൾ താഴെ 1 plus 0.5 അപ്പോൾ ഇവിടെ എന്താവും 1 minus 0.5. മുകളിലുള്ളത് minus 1 ആണ്. സോ ഇവിടെ എന്ത് ചെയ്യാം? minus 1. താഴത്തത് 1 minus 0.4. സോ 1 ഉം minus 0.4 എന്താവും? plus 0.4. മുകളിൽ 7 അതുപോലെ. സോ ഈ മൂന്ന് ടേംസും ആഡ് ചെയ്തെടുക്കുന്നു. സോ എന്ത് കിട്ടും? y of n കിട്ടും.